ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. നമ്മളിതൊരു ഈവനിങ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ അമ്മേനെ കാണിക്കാം. ഇപ്പം ഞാൻ ആർക്കുള്ള കാപ്പി ഇതൊക്കെ ഇടുന്നത് വെല്ലിക്കുട്ടി. വെല്ലിന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയുടെ അമ്മയാണേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വെല്ലിക്കുള്ള കാപ്പി വയ്ക്കണ കട്ടൻ കാപ്പിയാണ് ഇഷ്ടം. അങ്ങനെ കട്ടൻ കാപ്പി, വെല്ലിക്കുള്ള കട്ടൻ കാപ്പി കുടിക്കുകയാണേ. ആരതൊക്കെ വരുന്നേ? ഇതാണ് വെല്ലിക്കുട്ടി. ഞാൻ പറഞ്ഞ വെല്ലിക്കുട്ടിയാണിത്. പിടിച്ചേ വരുള്ളൂ കേട്ടോ. വല്യമ്മച്ചി എന്നാണേ. വല്യമ്മച്ചിന്ന് തക്കുട് കുഞ്ഞ് ചെറുതായിരുന്നപ്പം വല്യമ്മച്ചീന്ന് വിളിക്കാൻ കിട്ടാഞ്ഞിട്ട് വെല്ലിന്ന് വിളിച്ചു. പിന്നെ തക്കുട് ഇപ്പം അത് വെല്ലിക്കുട്ടിയാക്കി. അങ്ങനെ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ. എന്നാലും പിടിച്ച് നടക്കുന്നത്. എന്നാലും കാണണമെന്നൊരാഗ്രഹം, തക്കുടിനെ കാണണമെന്നൊരാഗ്രഹം. ഫോട്ടോയിൽ നോക്കി നീ അവിടെ നിന്ന് ചിരിച്ചോടാന്നൊക്കെ പറയും. പിന്നെ ഞാനവിടെ നിന്ന് പഴം തിന്നുവാണ്. വെല്ലിക്കാണിപ്പോൾ ഒരു പഴം കൊടുത്ത വെല്ലിയുടെ കൈ വരച്ച ഒരു പഴം താഴെ പോയി. നീ ഒരെണ്ണം കൂടെ കൊടുത്തപ്പം അത് കഴിക്കും. പിന്നെ നല്ല മഴയാണ് ഗൈസ്, പുറത്തൊക്കെ ഭയങ്കര മഴയാണ്. പിന്നെ ഞാൻ പുറത്തിറങ്ങി മഴയൊക്കെ ഒന്ന് നോക്കി, മൂസറിനൊക്കെ ഒന്ന് നോക്കി. പിന്നെ ബാക്കി പഴവും കൂടെ ഇനി നമുക്ക് അമ്മേനെ കാണാം. അമ്മേനെ കാണാം. ഞാൻ ഇനി കഞ്ഞി തീയലിടാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളെല്ലാം കഴുകുവാണേ. റൈസ് കുക്കറിലാണ് കഞ്ഞി ഇടുന്നത്. നമുക്കിവിടെ വിറകില്ല, പിന്നെ അടുക്കള കത്തിക്കൽ കുറവാണ്. അടുപ്പ് ഇപ്പോൾ പെയിൻറ്റ് അടിച്ചുകൊണ്ട് അടുപ്പ് കത്തിക്കൽ കുറവാണ്. അങ്ങനെ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചു, അരി കഴുകിയിട്ടു. അരിയെല്ലാം കഴുകിയിട്ടു. അങ്ങനെ ഇപ്പം അമ്മയുടെ ചായ ഇപ്പം അമ്മ ഇതിനോട് പൊടിയില്ല. പിന്നെ ഇതാണ് അമ്മ. ഞാൻ പാലും ചായ കുടിക്കത്തില്ലേ, അപ്പം ഞാൻ പാൽപ്പൊടി ഇട്ടിട്ടുള്ള ചായ കുടിക്കുന്നത്. അപ്പം എനിക്കുള്ള ചായ വെച്ചു. പാൽപ്പൊടി ഇട്ടിട്ട് ഞാൻ ചായ കുടിക്കും. പിന്നെ എനിക്കൊരാഗ്രഹം കഴിച്ചു, ചോക്കോസ് ഇല്ലേ കെലോക്സിൻ്റെ, അത് കഴിക്കുന്നത്. ഇപ്പം ആ ചോക്കോസാണ് അമ്മ ഇപ്പം ഇതിനകത്തോട് ഇടുന്നത്. രണ്ടെണ്ണം താഴെ പോയിട്ടുണ്ട്. എപ്പോഴൊന്നും കൊടുക്കുമല്ലോ കേട്ടോ, വല്ലാത്ത അവനൊരു മോഹം വരും. അപ്പോൾ ഇവിടെ ഉണ്ട്, വാങ്ങിച്ചു വെക്കും ഞാൻ. പിന്നെ അതിനകത്ത് ഒഴിക്കാനുള്ള പാലിപ്പോൾ ഒഴിച്ചു. പിന്നെ അപ്പത്തേന് പിന്നെ അമ്മ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ചിക്കൻ വാങ്ങിച്ചു വന്നു. പിന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കി. ഇന്ന് വൈകുന്നേരം ചിക്കൻ ഫ്രൈ ആണ് ഗൈസ്. കുഞ്ഞിന് ഇങ്ങനത്തെ എന്തെങ്കിലും വേണം, ചിക്കനോ ബീഫോ മീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അമ്മയുടെ ചിക്കൻ ഭയങ്കര സൂപ്പറാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. പിന്നെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്യാനുള്ള മാഗ്നറ്റ് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ. അത് ആ സ്പോട്ടിൽ തന്നെ കഴുകി വെക്കും കേട്ടോ. അല്ലെങ്കിൽ അമ്മ രാത്രി ഫുഡ് കഴിച്ചതിൻ്റെ കഴുകാതെ ഉറങ്ങുക പോലും ഇല്ല. അന്ന് പെസഹായിക്ക് വരെ രാത്രി 12 മണി വരെ അങ്ങനെ കഴിയുന്നുണ്ട്. അതെല്ലാവരും ഉറങ്ങൂല. നമുക്ക് അടുക്കളയിൽ പാത്രം എല്ലാം ഇങ്ങനെ വൃത്തികേടായിട്ട് വെച്ചിട്ട് കിടന്നാൽ നമുക്ക് ഉറക്കം വരികയില്ലല്ലോ. പിന്നെ അവിടെ എല്ലാം അന്നേരേ എനിക്ക് വൃത്തിയാക്കണം. വെള്ളമെല്ലാം ഇങ്ങനെ കിടന്നാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അതെല്ലാം വൃത്തിയാക്കി. അപ്പോഴത്തേനും നമ്മുടെ കഞ്ഞി തിളച്ചു. നല്ല കുത്തിരി കഞ്ഞി. കഞ്ഞിയെല്ലാം തിളച്ചു, ബബിളൊക്കെ പൊങ്ങി വരുന്നതാണ്. കഞ്ഞി തിളച്ച് പിന്നെ അത് റൈസ് കുക്കറിൽ കൊണ്ടുവച്ചു. ഇതാണ് നമ്മുടെ റൈസ് കുക്കർ. ഈ പ്ലാനറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അടച്ചു. പിന്നെ മെഷീനിൽ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അത് എല്ലാം വെള്ളം ആക്കി. ഞാനിപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടിനകത്തോണ്ട് കുറച്ച് എൻ്റെ കാലിലൊന്നും വയ്യ. എന്നെ ഞാൻ കുളിക്കാൻ പോയി, കുളിച്ചു വന്നു. തല തോർത്തുകയില്ലേ, തലയിൽ വെള്ളം അങ്ങനെ തന്നെ വെച്ചേക്കും. എന്നിട്ട് പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പിന്നെ പഠിക്കുവാണ് കേട്ടോ. പിന്നെ അമ്മച്ചി TV കാണുവാണ്. സീരിയലായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും. അമ്മച്ചിമാരുടെ സീരിയലാണ്. പിന്നെ അമ്മ കുളിക്കുവാണ്. കുളിയെല്ലാം കഴിഞ്ഞ് വന്നു, മുടിയെല്ലാം തോർത്തി. അപ്പം ഇന്ന് ഇത്രേ എടുത്തുള്ളൂ വീഡിയോ അല്ലേ കുഞ്ഞേ? കുറച്ചും കൂടെ ഉണ്ട്. എന്നാലും തലയെല്ലാം തോർത്തി മുടിയെല്ലാം കെട്ടി വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗൈസ്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. ബൈ ഗൈസ്.